സേഫായ സ്ഥലം ആയതുകൊണ്ടായിരിക്കും പ്രിയൻ ആ ഏരിയ തന്നെ വാടക വീട് സംഘടിപ്പിച്ചു തന്നത്. അടുത്ത വീട്ടുകാരായിട്ടൊന്നും അധികം കമ്പനി വേണ്ടെന്ന് മമ്മി പപ്പയോട് പറയണം. ശിവനോ അയാളുടെ ആൾക്കാരോ വന്ന ആദ്യം നൈബേഴ്സിനോടായിരിക്കും അന്വേഷിക്കുക. എന്നാ ശരി മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ജെനിഫർ, ഇന്ന് ജെനിഫറിന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? വലിയ സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു എന്ന് ഐഷ ആരോടോ ഫോണിൽ പറയുന്നത് കേട്ടു. എന്നിട്ട് എന്നെ എന്താ ക്ഷണിക്കാതിരുന്നേ? എനിവേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വിഷ് ചെയ്താ താങ്ക്സ് പറയണം, അതാ മര്യാദ. താങ്ക്സ്. ഈ താങ്ക്സ് പറച്ചില് ഒരു സുഖമില്ല. ഒട്ടും ആത്മാർത്ഥത ഇല്ലാതെയാ ജെനിഫർ പറഞ്ഞത്. ഒരു കടമ തീർക്കുന്നത് പോലെ. അതാ ഒരു സുഖക്കുറവ്. നിനക്കും എന്നോട് ദേഷ്യമാണോ ജെനിഫർ? കയ്യിലിരിപ്പ് അതല്ലേ. എന്റെ കയ്യിലിരിപ്പിന് എന്താ കുഴപ്പം? പറ, എന്റെ കയ്യിലിരിപ്പിന് എന്താ കുഴപ്പം? എന്നോട് വഴക്കിന് വന്നതാണോ? അല്ല, എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റാലോ എന്ന് കരുതി ചോദിച്ചതാ. എന്റെ ഒരു കുഴപ്പം എനിക്ക് തന്നെ അറിയാം. ഞാൻ പെട്ടെന്ന് ചൂടാവും. അത് കാരണം പലരുമായി വഴക്കിട്ടിട്ടുണ്ട്. ഐഷയോടും പാർവതിയോടും, അങ്ങനെ ഒരുപാട് പേരോട്. മനസ്സിൽ വിരോധമൊന്നും വെച്ചിട്ടല്ല ഞാൻ വഴക്കിടുന്നതെന്ന് മീരയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അവളിപ്പോ എന്നോട് മായത്തിലാ പെരുമാറുന്നത്. ജെനിഫറും എന്നോട് അങ്ങനെ പെരുമാറണമെന്നാ എന്റെ ആഗ്രഹം. എന്നോട് നല്ല രീതിയിൽ പെരുമാറിയ ഞാനും നല്ല രീതിയിൽ പെരുമാറും. നിങ്ങളോടൊക്കെ ഇനി ഞാൻ നല്ല രീതിയിലേ പെരുമാറും. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ? വന്നു. ആരൊക്കെ? എന്റെ ജെനിഫർ, അകന്നിരിക്കുന്ന ശത്രു അടുപ്പം കാണിക്കുമ്പോ സൂക്ഷിക്കണമെന്നാ പ്രമാണം. എന്റെ അച്ഛൻ പറയുന്ന കേട്ടതാ.